എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ ഞങ്ങൾ ഒരു യാത്ര പോവാണ് ഫാമിലി ആയിട്ട്. ഒരു 10-12 ദിവസം. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ യാത്ര പോകാൻ പ്ലാൻ ചെയ്തു, അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഫാരി ചെറുക്കനിൽ കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് അവൻ്റെ ഓയിൽ ചേഞ്ച്, പിന്നെ അതേപോലെ തന്നെ ആ ബുഷ് 2-3 ബുഷ്, പിന്നെ അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ചെയ്യിക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കണം. നമ്മൾ കണ്ണൂർ പോകണം. അപ്പോൾ കണ്ണൂർ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കണം, എന്നാലും പെട്ടെന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2-3 ദിവസം എടുക്കും. ഗൈസ് നോക്കൂ, അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ അതേ സാധനമായതുകൊണ്ട് അത് ഓരോ മാസത്തിൽ അതാണ് ലിബി പറഞ്ഞ പോലെ സാധനങ്ങൾ അഴിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടി. എന്നിട്ടാണ് ആ സാധനം മേടിച്ചോണ്ട് വരാൻ. അല്ലാതെ പേര് നമ്മളെ പാർട്സ് പറഞ്ഞ് മേടിച്ചോണ്ട് വന്ന് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതാണ് അതിന് വിഷയം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബെൻസ് ഓയിൽ ചേഞ്ചിന് വേണ്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ കുറേ ആയി അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തൊട്ടടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കുവാണ്. നമ്മുടെ വണ്ടികളെല്ലാം പണിയുന്ന വർക്ക്ഷോപ്പിൽ. അപ്പം നേരെ പോയിട്ട് ബെൻസ് എടുത്തുകൊണ്ട് പോയിട്ട് സഫാരിയിലെ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് അതുകൊണ്ട് കണ്ണൂർ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് റെഡിയാക്കി നാളെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. ഗൈസ് നോക്കൂ, നാളെ റാംബോനെ ബോർഡിങ്ങിലൊക്കെ ആക്കണം. പിന്നെ അതുപോലത്തെ പരിപാടികളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യാത്ര അപ്ഡേറ്റ് പറയാം. അതായത് നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത മാസം വിയറ്റ്നാമിനാണ് പോകുന്നത്. വിയറ്റ്നാമിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ വരും. അതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നേരെ കസാക്കിസ്ഥാനിൽ പോകും. കസാക്കിസ്ഥാനിൽ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുവാണ്. ഗൈസ് നോക്കൂ, സെബിനുണ്ട്, ഞാനുണ്ട്, ലിബിനുണ്ട്. അപ്പോൾ സെബിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ നേരെ പോവുകയാണ്. ആദ്യം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യാം. സെബി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമുക്ക് ഇതിന്റെ ബുഷുകൾ അയപ്പിക്കുക, എന്നിട്ട് അതും കൂടി നേരെ പോവുക. ബെൻസ് നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഇവിടെ കൊണ്ടിട്ട് അല്ലെങ്കിൽ കണ്ണൂർ അതുകൊണ്ട് പോവാം. കണ്ണൂർ അതുകൊണ്ട് പോയി പാർട്സ് മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇതിന് മാറ്റിക്കാൻ. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ നേരെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. പപ്പ നേരെ കിളിയന്ത്ര വീട്ടിലേക്ക് പോകട്ടോ. അതായത് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ ദുബായി പോയപ്പോൾ മേടിച്ചൊരു ട്രാവൽ ബാഗ് ഉണ്ട്. ആ ട്രാവൽ ബാഗ് എടുക്കണം. നമ്മുടെ എല്ലാവരും തുണിയും കാര്യങ്ങളൊക്കെ അല്ലപ്പ അതെടുക്കും. അപ്പം ഇന്ന് പിന്നെ അതുപോലെ അപ്പനവിടെ അടിച്ചു വരാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാറൊക്കെ പറിക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അപ്പനെ ചെയ്യണം. ഇന്നലെ ഞാൻ വീടിൻ്റെ അടുത്ത കാറൊക്കെ ഞങ്ങൾ പറിച്ചു, അല്ലെങ്കിൽ ലെവലാക്കി സെറ്റപ്പ് ആക്കി ഇട്ടു. നല്ല വരുമ്പോൾ നല്ല രീതിയിൽ കാട് കയറി കിട്ടും. അല്ല ലിബിയ ഗൈസ് നോക്കും, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഫൈനലി ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 8 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. ഇതിനാണ് വണ്ടി ഓടിക്കുന്നത്. ഗൈസ് നോക്കൂ, ഫൈനലി അപ്പനെ അങ്ങനെ ക്ലീനറെ കൊണ്ടുവിട്ടു. ഇനി വൈകിട്ട് അപ്പനെ പൂട്ടാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ ടാറ്റാ. ഗൈസ് നോക്കൂ, അപ്പൻ നേരെ അവിടെ നമ്മുടെ അന്ന് ഞാൻ ദുബായിക്ക് പോകാൻ നേരത്തെ മേടിച്ചില്ലടാ ഒരു മറ്റേ ട്രാവൽ ബാഗ്. ആ ട്രാവൽ ബാഗ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കേട്ടോ. കണ്ണൂർ എയർപോർട്ടിലേക്ക് വിമാനം ഇറങ്ങുന്ന കേട്ടോ കാണുന്നത്. അതേ പോകുന്നു പൈസ അത് അങ്ങോട്ട് പോയിട്ടോ. ഇന്ത്യക്ക് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ വിമാനങ്ങളും ഇറങ്ങാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി പോവാ. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളെല്ലാം അല്ലേ? അങ്ങനെ ഇവിടെ ഭയങ്കര പൈസ പറയും. പൈസ നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെത്തി. ഇവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ പണിയുന്നത്. JJ ഓട്ടോമൊബൈൽസ്. അപ്പൊ നമ്മുടെ സാധനങ്ങൾ അവിടെ ഇട്ട് ചേട്ടൻ പണിയുന്നുണ്ട്. ആദ്യം ഈ വണ്ടി അങ്ങോട്ട് നേരെ കാറ്റിട്ടോ. നമ്മുടെ മേഴ്സിക്കുട്ടിനെ അവിടെ സർവീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഓയിലും സംഭവങ്ങളൊക്കെ മാറ്റുവാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ പാർട്സ് കിട്ടുന്നത് സഫാരിയുടെ പാർട്സ് കിട്ടുന്ന കടയിൽ വിളിച്ചു ചോദിച്ചു, ഊരിക്കൊണ്ട് പറഞ്ഞാൽ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതിനെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്സ് വ്യത്യാസം ഉണ്ട്. സഫാരി ഓരോ മോഡലനുസരിച്ച് ചിലപ്പോൾ 8 തന്നെ 2-3 പാർട്സ് വന്ന വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വണ്ടി കൊണ്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടി കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ പോയി വണ്ടിയുടെ ഓരോ പാർട്സുകൾ, അത് ബുഷുകളാണ് നമ്മുടെ പോയി. ആ ബുഷുകൾ മേടിക്കണം. മറ്റു ഹെഡ് ലാമ്പും കൂടെ ഒന്ന് നോക്കണം, എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ണൂർ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അത്യാവശ്യം ഇവിടുന്ന് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഉണ്ടല്ലോ സെവിന് 50 കിലോമീറ്റർ അടുത്തുണ്ട് നമുക്ക് ഇവിടുന്ന് കണ്ണൂർക്ക്. അപ്പം ഞങ്ങൾ നേരെ കണ്ണൂർ ടൗണിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് വിളിക്കാനാട്ടോ പറഞ്ഞത്. അത്യാവശ്യം രാവിലെ നല്ല രീതിയിൽ മഴയും നല്ല മഴക്കാറും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നേരം വരെ നല്ല രീതിയിലുള്ള മഴയായിരുന്നു. ഇപ്പം മഴ ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഊണ് കഴിക്കുന്ന ഒരു കടയാണ് ഈ കട. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഊണ് കഴിക്കാറ് കണ്ണൂർ പോകുമ്പോൾ. നമ്മളെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ കണ്ണൂർ പോയിട്ട് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നല്ല ചോറ് കിട്ടും, അതിൻ്റെ കൂടെ രസം കിട്ടും, മോരും കിട്ടും, നല്ല മത്തി വറുത്തൊക്കെ കിട്ടും കേട്ടോ. ഓ എൻ്റെ പൊന്നു, അടച്ചോ അടയ്ക്കട്ടെ. ഗൈസ് നോക്ക്, വണ്ടി അടയ്ക്കട്ടെ കേട്ടോ. ഇന്നലെ സെവിൻ പരിപാടി ഉണ്ടായിരുന്നു. നോക്കൂ, ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഗൈസ് ഞങ്ങൾ എപ്പോഴും കണ്ണൂർ വരുന്നത് ആ കാണുന്ന ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. കിടിലൻ ചോറ്, നല്ല നാടൻ ഭക്ഷണം കിട്ടും. അതുകൊണ്ടാണ് അവിടുന്ന് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് സെവിനെ? ഇവിടുന്ന് മാക്സിമം 10 കിലോമീറ്റർ ഉള്ളൂ.
എന്നിട്ട് അവിടെ ചെന്ന് പാർട്സ് കടക്കാരനെ വിളിച്ചിട്ട് ആ ലൊക്കേഷൻ നമുക്ക് മേടിക്കണം. എന്നിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ. ഞങ്ങൾ അങ്ങനെ ഫൈനലി കണ്ണൂരെത്തി. ഇവിടെ എടുത്തെങ്ങാനുമാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്പെയർ കിട്ടുന്ന കട. പിന്നെ പുള്ളിനെ കാണിച്ചു കൊടുത്തിട്ട് എടുക്കട്ടെ കേട്ടോ. ടാറ്റയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും എന്ന് മനസ്സിലായി. ഞങ്ങൾ സാധനങ്ങളുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു. നേരെ വണ്ടി എടുത്ത് അടുത്തൊരു സ്ഥലം വരെ പോവാണ്. പാർട്സിന്റെ ഒക്കെ വില കേട്ടിട്ട് തല കറിയിപ്പില്ല. പിന്നെ ടർബോയുടെ വില നീ കേട്ടില്ല? 40,000 രൂപ കണ്ടില്ല ടർബോയ്ക്ക്. നോക്ക്, ഞങ്ങൾക്ക് അടുത്ത പോകേണ്ട സ്ഥലത്തിന്റെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ലൊക്കേഷൻ മുഖേന നമുക്ക് പോകട്ടെ. എന്നെ പണ്ടൊന്നല്ല, എന്നെ സെയ്യും പയ്യാ. ദൈവമേ ഇതിന്റെ തിരിക്കടാ, എടാ ഗോപാല തിരിക്കടാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഫൈനലി അടുത്തൊരു സ്ഥലത്തോട്ട്, അതായത് ഒരു ക്യാമറ ഷോപ്പാണ്. അപ്പോൾ ഞങ്ങളൊരു സാധനം നോക്കുന്നുണ്ട്. ആദ്യം അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഈ കടയിലേക്ക് വരാനാണ് ചേട്ടൻ പറഞ്ഞത്. ഇതാട്ടോ നമ്മൾ എന്തിയാടാ എലൈറ്റ് ഇലക്ട്രിക്കൽ ഷോപ്പ്. നിങ്ങൾ ടാറ്റയുടെ എന്തെങ്കിലും പാർട്സ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഒരു കിടിലൻ ചേട്ടൻ അവിടെയുണ്ട്. ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം തരും. അതായത് നിങ്ങൾ പാർട്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഊരിക്കൊണ്ട് വന്ന് പുള്ളിനെ കാണിച്ചിട്ടാണ്. പുള്ളി സഫാരിയുടെ, ടാറ്റയുടെ, മഹീന്ദ്രയുടെ ഒക്കെ ഏത് പാർട്സും തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. എലൈറ്റ് സ്പെയർ പാർട്സ് കണ്ണൂർ നാഷണൽ ഇലക്ട്രോണിക്സിന്റെ തൊട്ടടുത്താണ്. സാധനം മൊത്തമൊന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ച് കിട്ടിയുള്ളൂ. ബാക്കി എത്തിച്ചു തരാന്നൊക്കെയാ പറഞ്ഞത്. ഉള്ളത് മേടിച്ചിട്ടാ, അല്ല ഇപ്പം എന്നാ ചെയ്യാനാ. ഗൈസ് നോക്കൂ, എന്തായാലും ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടോ കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ഒരു സാധനം മേടിക്കാണ്ട് ഇവിടം വരെ വന്നാണ്. ആ പാർട്സ് കടയിൽ നിന്ന് എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു സാധനം. അതായത് പുതിയ അടുത്ത മൈക്കാണ്. ഓരോ കുരിശ് ഞങ്ങളിങ്ങനെ എടുത്തു വെക്കും. ഇവൻ്റെ എത്തിലുണ്ട് മൈക്ക്, ഇതുണ്ടോ ഇവൻ്റെ എത്തിലുണ്ട് മൈക്ക്. സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കണ്ണൂർ ഞങ്ങൾ പാർട്സ് മേടിക്കാൻ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ക്യാമറ കട. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചു. DJ മേടിച്ചു, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു. എല്ലാത്തിലും ഞങ്ങൾ പരാജയപ്പെട്ടു. സൈനൈസർ മേടിച്ചു, അവസാനം ഇപ്പം ഒളിലാൻഡ് മേടിച്ചു. ഇതിനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം കിട്ടും. സാധാരണ മൈക്ക് മേടിച്ച് അന്ത വീഡിയോ മൊത്തം ഗൈസ് നോക്കൂ, നല്ല വോക്കലാന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം. അതായത് എത്രത്തോളം സൗണ്ട് എടുക്കുന്നു അത്രത്തോളം പൊട്ടിയില്ല, നല്ല സാധനം. ഗൈസ് ഞാൻ വീട്ടിൽ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ മേടിച്ചെന്ന് വിചാരിച്ചാൽ ആരും മേടിച്ചാക്കല്ലേ, ഞാൻ നന്നായിട്ടൊന്ന് ഉപയോഗിക്കട്ടെ. രണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് സാധനം എന്നൊക്കെ ഉള്ളത്. ആരിപ്പോഴും ചാടിക്കറി മേടിച്ചാക്കല്ലോ, കാരണം ഇത് കറക്റ്റ് ഇതിൻ്റെ പർപ്പസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുമോ. DJ ഒക്കെ ഞങ്ങൾ അതിൻ്റെ പല രീതിയിൽ ഉപയോഗിച്ച് നോക്കിയത്. അതിൽ സ്റ്റീരിയോ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതായത് ഈ മൈക്ക് ഇങ്ങനെ പറയില്ലേ, ഇതായത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ വരുന്ന കുഴപ്പമുണ്ട്. അതായത് എത്രത്തോളം നമ്മൾ സൗണ്ട് കിട്ടുന്നു അത്രത്തോളം മൈക്ക് പൊട്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല മൈക്കാണത്. ഓ ഗൈസ് നോക്കൂ, എങ്ങനെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ നേരെ താഴെ ചൊവ്വയിലേക്ക് പോവാണ്. ഈ കാണുന്ന കോടതിയിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോടാ പറഞ്ഞ സോറി താണേ നമ്മൾ താഴെ ചൊവ്വയിലേക്ക് നീ എന്നാ മര്യാദയ്ക്ക് നിനക്ക് അറിയാമെങ്കിൽ അങ്ങനെ പറ എങ്ങനെ പോകുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ എന്ന സ്ഥലത്തു നിന്ന് നേരെ ആ പാർട്സ് കിട്ടുന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്രോക്സിമേറ്റ് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കടയിലെത്തും. ഗൈസ് നോക്കാം, അവിടുന്ന് പാർട്സ് മേടിച്ചിട്ട് നേരെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് പോകണം. അവിടുന്ന് വണ്ടി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ യാത്ര നാളെ കഴിഞ്ഞ് തുടങ്ങാൻ വേണ്ടി. നാളെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ അതേപോലെ തന്നെ റാംബോനെ ബോർഡിങ്ങിലാക്കണം, പിന്നെ ഈഗുവിനെ ബോർഡിങ്ങിലാക്കണം, പിന്നെ വീട്ടിലെ മീനൊക്കെ സെറ്റപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ സംഭവങ്ങൾ ഞങ്ങൾ എന്തായാലും ഒരു 10-12 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ അടുത്ത മാസം 10-ാം തീയതി വിയറ്റ്നാമിൽ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അവിടെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. അതിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത്, അല്ലേ പിന്നെ? അതെ, അതേപോലെ നമുക്ക് വിസ ശരിയാകാനുണ്ട്. നമ്മുടെ ഏകദേശം ശരിയായത്. ഇവന്റെ വിസയും കൂടെ ശരിയായി കഴിഞ്ഞാൽ സമാധാനമായി. അപ്പോൾ ഇവന്റെ വിസയും കൂടെ അടുത്ത ദിവസം ഉണ്ട്. ഈ ഡ്രൈവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പുള്ളി തിരിച്ചു വെച്ചാടാ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ പാർട്സ് ഷോപ്പിലെത്തി. 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് ചേട്ടൻ പറഞ്ഞത്. കറക്റ്റ് നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എത്തി കേട്ടോ. കടയിൽ എവിടെ കളം മാറി കേട്ടോ, സാധനം കിട്ടി. അത് അവിടെ ഇരിക്കുന്നുണ്ടോ കേട്ടോ പുള്ളി. അദ്ദേഹം ഒരു സെറ്റപ്പ് മനുഷ്യനാട്ടോ. ദേ ഇരിക്കുന്നു. സാധനം മൊത്തം വന്നതാട്ടോ. പേരെന്നാടാ? ഫ്രാൻസിസ് ചേട്ടൻ. വേണ്ട പാർട്സ് ഓരോന്നായിട്ട് ചേട്ടൻ എടുത്തു വെച്ചു. 1 2 4 ബുഷ് ഇത്രേ ഉള്ളൂ അല്ലേ? ഇത് കിട്ടാൻ കേട്ട പാട് കേട്ടോ അല്ലേ? ആ സാധനത്തിൻ്റെ പേര് കാണിക്കാം, ചേട്ടനെ കാണിക്കാം. എലൈറ്റ് ഞങ്ങൾ അവിടെ മുതലേ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ വേറെ 2-3 സാധനം പറഞ്ഞു, പക്ഷേ അതിൽ ഒരെണ്ണത്തിന്റെ വില കേട്ടോ വേണ്ടാന്ന് വെച്ചു. അത് ടെർബോ. മറ്റേ സാധനം ചേട്ടൻ ഊരി കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ കൊണ്ട് തരാന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ, കാരണം നമ്മൾ എന്തായാലും ഒരു ഇത്രയുള്ള ശുരുമാൻ മണി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അത് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അത് ഊരിക്കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ചേട്ടൻ അത് കറക്റ്റ് സാധനം തരുന്നത്. ടാറ്റ സഫാരിയുടെ ടാറ്റയുടെ എന്ത് സാധനം ആ ചേട്ടൻ്റെ അടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നതുകൊണ്ട്
ഇതൊക്കെ റെഡി ആക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. അല്ല ഇന്ന് ഊരുമ്പോൾ നമുക്കറിയാലോ എന്താ സാധനം. ഗൈസ് നോക്കും, അത് കറക്റ്റ് അറിയാം. ചേട്ടൻ ബില്ലും സാധനങ്ങളൊക്കെ തന്നു. എന്തായാലും നമുക്ക് സാധനം ഫൈനലിലേക്ക് കിട്ടി. ഇനിയിപ്പോൾ ചേട്ടനൊരു കൂട്ടിലിട്ട് തരും. സാധാരണ കൂട്ടിലൊന്നും ഇട്ട് തരാത്ത ചേട്ടൻ തൃശ്ശൂർക്കാരൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇതിന്റെ പാർട്സ് കേട്ടിൽ ഇച്ചിരി പാടാ. സാധനം കിട്ടാൻ പാടാ. എന്താ ദൈവാനുഗ്രഹത്തിന് കിട്ടിയതാ കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് വണ്ടി പണിതിട്ട് നാളെ കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ 2-3 വണ്ടിയും കൂടെ 2-3 വണ്ടിയോ 2 വണ്ടി, അതായത് നമ്മുടെ വണ്ടിയും പിന്നെ അതേപോലെ തന്നെ ബെൻസും ഇതും പണിത് നമുക്ക് പോവാം. ഈ ഒരു ബുഷും ഈ ഒരു ബുഷും ഫ്രണ്ടിൽ 2 ബുഷും ഈ ഒരു ടർബോയും, ഇത്ര സാധനമാണ് നമ്മുടെ കഥയായിരിക്കുന്നത്. അതാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഏതാനും നിമിഷംക്കുള്ളിൽ സാധനം കിട്ടുന്നു, ഞങ്ങൾ പോകുന്നു. ഇല്ലേടാ ഇല്ല കൊടുത്ത് പൈസ കൊടുത്തു. അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ കുറച്ച് ഗൈസ് നോക്ക്, കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഞങ്ങൾ നേരെ ജെയിംസ് ചേട്ടനോട് വിട പറഞ്ഞു പോകണം. മതിയായ കച്ചവടക്കാരനാണ് ഫ്രാൻസിസ് ചേട്ടനോട് വിട. ഫ്രാൻസിസ് ചേട്ടാ പോട്ടെ, യൂട്യൂബിൽ കാണണം കേട്ടോ. ഈ ചേട്ടൻ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ ചേട്ടൻ്റെ മുഖം പിടിച്ചില്ല. പോക്കോട്ടെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എന്തായാലും പാർട്സ് കിട്ടി, അതിയായ സന്തോഷമുണ്ട്. ഈ 2 സാധനത്തിന് വേണ്ടി നമ്മള് എറണാകുളത്ത് എവിടെയെല്ലാം തപ്പിയതാ. ബോംബെന്ന് പാർട്സ് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്ന കേട്ടോ. ലാസ്റ്റ് എന്താക്കില്ല ഇവനെ നമ്മൾ ഇവിടുന്ന് കിട്ടി രക്ഷപ്പെട്ടില്ലേ. ബോംബെന്ന് പാർട്സ് കൊണ്ടുവരാൻ വേണ്ടി ടാറ്റ കമ്പനി നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. സത്യം പറയൂല. ഞങ്ങൾ കുറേ സാധനങ്ങൾ വണ്ടിയുടെ മാറ്റിയതാണ്. കുറച്ചും കൂടെ സാധനം മാറ്റണം. അപ്പോൾ ഒരു ഇളക്കോ ഒരു കുലുക്കോ ഒക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നതാണ്. വഴി കിടന്നു കഴിഞ്ഞാൽ തെറിയൊക്കെ എനിക്ക് വയ്യ കേട്ടോ. ഗൈസ് നോക്കൂ, അപ്പനൊക്കെ വെറുതെ എടുത്തിട്ട് എന്നെ ലിവിനും വിളിക്കും. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ട് പോകണം. അല്ലേ? ഫൈനലി നമ്മൾ അങ്ങനെ ഇപ്പം നേരെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ട് നമ്മുടെ ബെൻസ് അവിടെ സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൻസ് സെബിനെടുക്കും. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ ബുഷുകളും സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അതാണ് പരിപാടി. പിന്നെ ക്ലീനർ വീട്ടിൽ പോയിട്ട് ഒരു ട്രാവൽ ബാഗ് എടുക്കാറുണ്ട്. പിന്നെ അങ്ങാടിക്കട വീട്ടിൽ ഒരെണ്ണമുണ്ട്. പിന്നെ പാക്കിങ്ങും പരിപാടിയും സംഭവങ്ങളൊക്കെ ഉള്ളു പോകുന്നതിൻ്റെ. കാരണം ഇത്രയും ദിവസം പോകുന്നുണ്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് നേരിട്ട് വർക്ക്ഷോപ്പിലേക്കല്ല. കണ്ണൂർ ഇത്രയും നേരം വരെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് സമയമല്ലേ. അതാണ് പിന്നെ മണ്ടത്തരം പറയുന്ന സ്കൂളുണ്ടോ നോക്കൂ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിലുണ്ട്. ഇത്ര നേരം വരെ ഇത്രയും ബ്ലോക്ക് ഇല്ലായിരുന്നുണ്ട്. വൈകുന്നേര സമയം ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ എത്തണം. കാരണം ഓവർ വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ട് കേക്ക് മേടിക്കണം. 1.5 വയസ്സ്. ഒരു കാരണം ഗൈസ് നോക്കൂ, ഇന്ന് മൈക്കിൾ ഇന്നൊരു കേക്ക് മേടിച്ച് ഞങ്ങൾ കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പം നേരെ ആദ്യം നമ്മുടെ ഓരോ പരിപാടികൾ തീർക്കാം കേട്ടോ. ഫൈനലി സെബിൻ ഒരു കേക്ക് മേടിച്ചു കേട്ടോ മൈക്കിളിന് വേണ്ടി. എഴുതിച്ചോട്ടോ ലിവിനെ? എഴുതിച്ചില്ല കേട്ടോ, ഒന്ന് എഴുതിച്ചത്. അതെ, മൈക്കിളിന് വേണ്ടിയുള്ള ഒരു കേക്ക് മേടിച്ചു. ഇന്ന് 1.5 വയസ്സ് പൂർത്തിയായി. അപ്പോൾ ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചു. ഇന്ന് രാത്രി മുറിക്കാമല്ലോ. യെസ്, ഇനിയിപ്പം നേരെ വർക്ക്ഷോപ്പാട്ടോ. ഫൈനലി നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. വളരെ സന്തോഷം. നേരെ പാർട്സ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഇതേ നമ്മുടെ ബെൻസ്. ഓ മേഴ്സി, എൻ്റെ മേഴ്സി കുട്ടി. ഗൈസ് മേഴ്സിയുടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിർത്തിയേക്കോ കേട്ടോ. യെസ് ഗൈസ്, മേഴ്സിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. മേഴ്സിനെ ഇവിടെ നിർത്തി. നമുക്ക് മേഴ്സിനെ കൊണ്ട് പോടാ. നമുക്ക് മേഴ്സിനെ കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിന്റെ ബുഷും സംഭവങ്ങളൊക്കെ മിസ്റ്റർ ജെയിംസ് ചേട്ടൻ മാറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ. ആണ് നമ്മുടെ ജെയിംസ് ചേട്ടൻ. നമ്മുടെ വണ്ടിയൊക്കെ പറ്റുന്ന ചേട്ടനാണ്. ഫൈനലി നമ്മൾ കിട്ടിയ ഇത്ര സാധനം കിട്ടിയുള്ളൂ. ഇത് മതിയാവോ ഒരു വെടിക്ക്? ആണോ? ഗൈസ് നോക്കൂ, ജെയിംസ് ചേട്ടൻ പറഞ്ഞു ഇതിനുള്ള സെറ്റപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മതി എന്നാ പറഞ്ഞു. കുറച്ച് സാധനം മാറ്റും, പിന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ച് സാധനം. ഗൈസ് നോക്കൂ, അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് കേട്ടോ. അപ്പൊ ഇതിനി മാറ്റുന്നു. ഇത് മൈക്ക് എങ്ങനെയുണ്ട്? ബട്ടൺസ് മൈക്ക്. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ കുറേ മൈക്കുകളുണ്ട്, പക്ഷെ ഒന്നും കാര്യത്തിന് ഉപകാരപ്പെടുന്നില്ലെന്ന് മാത്രം. അതായത് ഇതിന്റെ എല്ലാ ഭാഗത്തെയും ഷോക്കുകളും ബേക്കിലും ഫ്രണ്ടിലും സൈഡിലെ സാധനങ്ങളൊക്കെ മാറ്റിയാൽ വണ്ടി ഉഷാറായിട്ടോ. പിന്നെ വണ്ടി വേറെ രീതിയിലുള്ള പരിപാടിയില്ല. എന്നടാ, എന്ന് വണ്ടി ശരിയാകുന്ന അന്ന് ഞങ്ങൾ പോകും. ഗൈസ് ഇതിന്റെ ബുഷുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ടെൻഷൻ ഇല്ലാതെ ഇവനെ കൊണ്ട് നടക്കും. പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല അല്ലേ സെബിനെ? അതെ അതെ, സെബിന്റെ റേസിംഗുകൾ മിക്കവാറും എല്ലാം മൈക്കിൽ കൂടെ പിടിച്ചെടുക്കും എന്നാ പറഞ്ഞത്. ഞങ്ങൾ റേസിംഗുകൾ പറഞ്ഞു. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ബെൻസ് കുട്ടി കിടപ്പുണ്ട്. അപ്പം ബെൻസ് കുട്ടീനെ ഒന്ന്
ഓടിച്ച് നോക്കണം. അതിൻ്റെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 1.5 മാസം ഇല്ലായിരുന്നില്ല. അപ്പോൾ ഈ സാധനം എപ്പോഴും നമ്മൾ നോക്കണോട്ടോ. അങ്ങനെ കുഞ്ഞു മക്കളെ നോക്കുന്ന പോലെ അങ്ങനെ നോക്കണം. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ലൈറ്റ് അല്ലേ ഗൈസ്, ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് നേരെ തിരിച്ചു കൊണ്ടുവരാം അല്ലേ? അതായിരിക്കും നമുക്കൊന്ന് സെബിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവന് എന്തോ സാധനം എടുക്കണമെന്നാ പറഞ്ഞേ. ആ സാധനം വന്നിട്ട് കോഴിക്കോട് വണ്ടി കയറ്റി കൊണ്ടുവന്നാ പറഞ്ഞേ. നടക്കൂല, പോയിട്ട് വരാം. ഗൈസ് നോക്കൂ, എന്തായാലും മേഴ്സിനെ കൊണ്ട് പോകട്ടോ. എന്തായാലും സഫാരിയുടെ ബുഷുകളൊക്കെ മാറ്റട്ടെ. ബാക്കി സഫാരിക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും ജെയിംസേട്ട എവിടെയാണ് കയറ്റുന്നത്? ലിഫ്റ്റ് കയറ്റി മാറ്റാൻ പറ്റുള്ളൂ. ഗൈസ് നോക്കൂ, ജെയിംസേട്ടൻ പറഞ്ഞ ലിഫ്റ്റ് കയറ്റി മാറ്റണമെന്ന് കേട്ടോ. അപ്പം ലിഫ്റ്റ് കയറ്റി നമ്മുടെ ഓരോ സാധനങ്ങൾ സഫാരിയുടെ മാറ്റുന്നതായിരിക്കും അല്ലേ ലിബിനെ? അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ലിഫ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കേട്ടോ. വണ്ടി പൊക്കാൻ വേണ്ടി പോവാം. ഇവനൊരു ടെർബോയും കൂടെ ഇന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആൾ ജസ്റ്റ് നോക്കി വെക്കാം. ടർബോയ്ക്ക് കംപ്ലൈൻറ്റ് ഇല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ടർബോയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുക വരണം. അപ്പോൾ എന്തായാലും വണ്ടി പൊക്കി ബുഷൊക്കെ മാറ്റി ടർബോ പോയിട്ട് എന്നാ പോകുകയായിരുന്നു ഇവനെ. അടിച്ചിരിക്കാൻ പറ്റുമായിരുന്നോ? പൊതുവുള്ളിടത്ത് ഞങ്ങളെ വിളിച്ചിട്ടായിരുന്നു അടിച്ചോണ്ടിരുന്നത്. ഇതൊന്ന് പൊക്കി കഴിഞ്ഞ് ഇതിൻ്റെ ബുഷുകൾ മാറ്റുകയാണെങ്കിൽ പരമാവധി ഇതിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കിട്ടും. പിന്നെ എല്ലാ സാധനവും നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ. ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലേടാ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കടകളിൽ എല്ലാ സാധനം കിട്ടും. അതെ, ഇതിന്റെ സർവീസ് സെന്ററിൽ പോയ സാധനം കിട്ടൂല. അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സഫാരി അങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ചോണ്ട സാധനം ആകെ ആ പാർട്സിന് എത്ര രൂപ? 440 രൂപ. 440 രൂപ ആകെ ആ ഒരു പാർട്സിനായിട്ടുള്ളൂ. ആ സാധനം മാറ്റി കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നം ഇത് ഭയങ്കര കോമഡിയാ. പാർട്സ് മേടിക്കാൻ പോയ വകയിൽ ഒരു 10-15,000 രൂപ അങ്ങനെ പോകും. അല്ല, നമ്മൾ കുറെ കറങ്ങിയില്ലേ. ഇതിൻ്റെ ഒരു സ്ക്രീൻ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് സ്പ്രിങ്, ആ സ്പ്രിങ് വല്ല സാധനത്തിൻ്റെ മേലത്തെ താഴത്തെ സാധനം പോയേക്കുന്നതിന് അതും കിട്ടാണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഏകദേശം പെർഫെക്റ്റ് ആയിട്ടോ. നല്ല വെയിറ്റാ. പിന്നെ ഇത് പൊക്കാൻ തന്നെ ഒരു സൈഡിലോട്ട് താന്നു പോകുന്നുണ്ടല്ലേ. ഇത് കണ്ടോ ഈ ഒരു സാധനം കണ്ടോ? ഇതിൻ്റെ ഫ്രണ്ടിലെയും അതുപോലെ തന്നെ ആ സ്പ്രിങ് വലിക്കുന്നുണ്ടോ? ഫ്രണ്ടിലെയും അതുപോലെ തന്നെ ബേക്കിലെയും ഈ രണ്ടിൻ്റെയാണ് സാധനങ്ങൾ കിട്ടാത്തത്. ജെയിംസ് ചേട്ടാ അടി കയറിയ ഇത് കണ്ടോ? ഇതും അതിൻ്റെ അടിയും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ അതില്ല കേട്ടോ. ബേക്കിലേനാ ആ 2 സാധനത്തിൻ്റെ സാധനം പോയാക്കുന്നത്. ഇതിപ്പം മേടിച്ചോണ്ട് വന്നതിൽ ഇത്ര സാധനമുണ്ട്. ഇതാ സെയിമാണോ? സെയിമാ? ജെയിംസ് ചേട്ടൻ പറഞ്ഞ സെയിം സാധനമാണെന്ന് പറഞ്ഞു. ഇതെന്നാ പ്രശ്നം ജെയിംസ് ചേട്ടാ? അത് മാറ്റി ഇവിടുന്ന് കറക്റ്റ് കാണാം. ഇത് കണ്ടോ? ഇതാണ് സാധനം. സെയിം സാധനം. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ പ്രശ്നം കഴിഞ്ഞു. ഫ്രണ്ടിലെ അത് നമ്മൾ അതിൻ്റെ അകത്തില്ലേ 4 ഗൈസ് ഇതാണ് ആ സാധനം. എന്ത് ഇതൊക്കെ മാറ്റുന്നത് അപ്ലൈ അങ്ങ് പോകില്ലേ? ഗൈസ് നോക്കൂ, ഫ്രണ്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ തീരുവാണ്. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പ്രശ്നങ്ങൾ തീരുന്നതായിരിക്കും. അപ്പോൾ ആ സാധനം അത് അത്രേ ഉള്ളൂ. ബേക്ക് മാത്രമേ പിന്നെ വിഷയമുള്ളൂ അല്ലേ? പിന്നെ ഇതിനൊരു ചെറിയ ടേ എന്നൊരു അടിയുണ്ട്. ഇവിടെ ജസ്റ്റ് നോക്കുവോ? അപ്പോൾ അവൻ കാല് കൊടുക്കാൻ നേരത്ത് ചെറിയൊരു അടി ഇവിടുന്ന് എവിടുന്ന് എങ്ങാനോ ഒന്ന് നോക്കണേ. ഇല്ലെന്ന് തോന്നുന്നു. ഇതിനെ എങ്ങനെ ഗ്രീസ് ചെയ്യിക്കാനാ? അടി കയറി ഇല്ല. എനിക്ക് തോന്നുന്നു ഈ സാധനത്തിന് എന്തോ പ്രശ്നം. നമ്മൾ ട്രാവലറിന്റെ അന്ന് ഇതേപോലെ ഇത് വന്നിട്ട് മാറ്റിയിട്ടാ ഒന്ന് നോക്കണം ചേട്ടാ. ഗൈസ് നമ്മൾ യാത്ര പോകുന്നതിന് മുന്നായിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ വഴിയിലെ ഓരോ വർക്ക്ഷോപ്പിലും കയറേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ പരിപാടികളേ ഉള്ളൂ. ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റുന്നതല്ല, എന്നാലും ഒരു സേഫ്റ്റി. ഇതിൻ്റെ ബുഷുകൾക്ക് എപ്പോഴും ഇത് വരും കേട്ടോ. വേറെ മെയിൻ്റനൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം, വലിയ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ജെയിംസ് ചേട്ടൻ ഓരോന്നായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്ന് ബെൻസ് കൊണ്ടുവന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സെബിനൊരു സാധനം എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ജെയിംസ് ചേട്ടാ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് മാറ്റി വെക്കൂലേ? ഗൈസ് നോക്കൂ, അപ്പോൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആകെ 4 സാധനം ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം കേട്ടോ. പോലിപ്പിയാ പോയേക്കാം. ഗൈസ് നോക്കൂ, ഇതിൻ്റെ ബേക്കിലൊരു ഇതുണ്ടാവില്ലോടാ. താക്കോൽ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. എന്ത് ചെയ്ത്? ഒരെണ്ണം കിട്ടിയില്ലേ? ഒരെണ്ണം. ജെയിംസ് ചേട്ടാ ഇത് ഞങ്ങൾ എടുക്കുവാണ്. എടുത്തോളാം തന്നെ പറഞ്ഞേ. ജെയിംസ് ചേട്ടാ എടുക്കുക. പോയിട്ട് വരാം. ഞങ്ങൾ നേരെ പോയിട്ട് വരാം. യെസ് പോടാ. എത്ര നാൾ കൂടിയല്ലേ എടുക്കുന്നത്? കുറെ ആയി നമ്മൾ 10-15-20 കിലോമീറ്റർ ഓടി. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ഓയിൽ മാറ്റിയത്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ 1.5 മാസം കൂടിയാണ് ഈ വണ്ടി എടുക്കുന്നത്. അതെ, നമ്മൾ ഇത്രയും നാളും വണ്ടി എടുക്കാത്തതാണ്. ഇതിന്റെ ഓയിലൊക്കെ മാറ്റി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പെട്രോൾ വണ്ടിയല്ലേ, പിന്നെ എപ്പോഴും ബെൻസ് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അല്ലേ? പിന്നെ അത് പറഞ്ഞ കാര്യം കേട്ടോ. പിന്നെ ഇത് എല്ലാ ദിവസവും അനക്കിടാൻ പറ്റിയ എല്ലാ വണ്ടിയും നല്ലതായിരിക്കും. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇതിന്റെ ഷോക്കും കാര്യങ്ങളൊക്കെ പുതിയ അടിപൊളി ഷോക്കാ കേട്ടോ. എല്ലാ സാധനങ്ങളും മാറ്റിയതാ അല്ലേ? മൊത്തം പണിത് ലെവലാക്കി വെച്ചാക്കുന്നല്ലേ?
ഒരു സാധനം പോലും ഇതിന്റെ പഴയതില്ല, എല്ലാ സാധനം പുതിയതാ. എന്നാ മേഴ്സിക്കുട്ടീനെ കുറേ നാൾ കൂടി ഓടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ സെവിൻ്റെ വീടായ കല്ലുവയിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് വൈകുന്നേരം ഇപ്പോൾ റോട്ടിലുണ്ട് കേട്ടോ. ഇത്ര നേരം വലിയ തിരക്കിലായിരുന്നു. കൈസ് ഞങ്ങൾ ഈ ജെയിംസാറിൻ്റെ അടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും വണ്ടി പണിത് തരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇരിട്ടി ഭാഗത്ത് എന്തെങ്കിലും വഴിയിലായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന് വണ്ടി എടുത്തോളും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വണ്ടിക്ക് ഇപ്പം നമുക്കിപ്പം പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പുള്ളി അവിടെ വന്ന് വണ്ടി എടുക്കും. പിന്നെ വലിയ പൈസയില്ല. എൻ്റെ ഓമിന് ഞാൻ പല സ്ഥലത്തും കൊണ്ട് ശരിയാക്കാൻ വേണ്ടി കൊടുത്താണ്. എവിടെ പോയിട്ട് ശരിയായി. ലാസ്റ്റ് ജെയിംസാറിനാണ് ആ വണ്ടി ശരിയാക്കുന്നത്. ഇപ്പം അതിനൊരു കുഴപ്പമില്ല, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി വർക്കാവും. ഒരു ടെർമിനലിന്റെ കംപ്ലൈന്റ് ആയിരുന്നു, അതിനുവേണ്ടി നമ്മൾ എഞ്ചിൻ പണി വരെ എടുത്തു നോക്കിയതാ. ഗൈസ് നോക്കൂ, ഫൈനലി നേരെ ഞങ്ങൾ ഇരിട്ടി ഭാഗത്തോട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എടാ ലിബിനെ ഓയിൽ മാറ്റിപ്പോ അതിന്റെ നല്ല രീതിയിലുള്ള വ്യത്യാസം പറഞ്ഞില്ലായിരുന്നോ? ആദ്യം എടുത്ത വണ്ടിയല്ല ഇപ്പൊ നല്ല പവർ കൂടിയിട്ടുണ്ടെന്ന്. ഗൈസ് നോക്കൂ, ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടോ വണ്ടി. ഇതിനകത്ത് സഞ്ചരിക്കാൻ ഒരു വേറെ ലെവൽ തന്നെ, ഒന്നും അറിയൂല. ഗൈസ് സഫാരി ഓടിക്കും അത് വേറൊരു ഇതാണ്, ഇത് ഓടിക്കുന്നത് വേറൊരു ഇതാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഹൈദരാബാദൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, പണ്ട് ഞങ്ങൾ ഹൈദരാബാദൊക്കെ ഇതുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സഫാരി കൊണ്ടാണ്. കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, പല സ്ഥലം നമ്മൾ എന്താ പറയുക ഈ XUV വണ്ടികൾ കയറുന്ന സ്ഥലം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട്, ഇച്ചിരി ഓഫ് റോഡ് പോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് സഫാരി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് വേണമെങ്കിലും പോവാം, പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾ പോകാത്തത് അതേപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് നേരെ ഇവൻ എന്തോ എന്നാണ് എടുക്കാനുള്ള സെബിനെ? ഓ പഠിപ്പിച്ചാ നീ? ഗൈസ് നോക്കൂ, അതിൻ്റെ ബുക്കാണ്. ഗൈസ് നോക്കൂ, ഒരു ബുക്ക് എടുക്കാണ്ട്. അപ്പോൾ ആ ബുക്ക് എടുത്തതിന് ശേഷം അത് കോഴിക്കോട് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം തിരിച്ചു 1981 ഇറങ്ങിയതാ അല്ലേ. ഞാൻ വണ്ടി ഓടിച്ചോണ്ട് സെബിന് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര പൂതി. അപ്പം ഞാൻ സെബിന് വണ്ടി കൈമാറി. അവൻ ഇന്നവർ ഇത് ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ പൂതി മാറട്ടെ കേട്ടോ. അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. എങ്ങനെ ഉണ്ടോ? ഇരിപ്പ് എങ്ങനെയുണ്ട്? നിന്റെ ഇരിപ്പല്ല, വണ്ടിയിലിരുന്ന് ഓടിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചേ. ഇപ്പൊ ഞാൻ ഇവനോട് ഏത് വണ്ടി ഓടിച്ചു, ഏത് വണ്ടിയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അതിനനുസരിച്ച് തള്ളി വിടും കേട്ടോ. നീ ഇനി എന്റെ ഏത് വണ്ടി ഓടിക്കാത്തുള്ള? ബസ് ഓടിച്ചിട്ടില്ലല്ലോ. ബസ് ഓടിച്ചിട്ടില്ല. ഓമിനിയോ? ആണോ? ഗൈസ് നോക്കൂ, അപ്പം ഫൈനലി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം ഓടിക്കുന്ന അറിയുന്നില്ലല്ലോ. ഇരിപ്പ് പൊസിഷൻ എങ്ങനെയുണ്ട്? ഗൈസ് നോക്കൂ, അതായത് കല്യാണം കഴിക്കുന്നില്ല, ഈ വണ്ടി രാവിലെ പോയിട്ട് എടുത്തിട്ട് അല്ലേ. ഗൈസ് നോക്കൂ, അതായത് ഒരു മഴ മൂടൽ നിറഞ്ഞൊരു കാലാവസ്ഥ കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മഴയാട്ടോ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും. പിന്നെ അത്യാവശ്യം ഇപ്പം നല്ല തിരക്കുമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു അപ്രോക്സിമേറ്റ് ഒരു 12 കിലോമീറ്റർ റോഡാണ് കേട്ടോ പോയി വരാൻ. ആ സമയം കൊണ്ട് ജെയിംസ് ചേട്ടൻ വണ്ടി പണിത് അവിടെ റെഡിയാക്കി വെക്കും. അപ്പോൾ 2 വണ്ടിയും കൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. എന്നിട്ട് പിന്നെ ബാക്കി നാളെ പിന്നെ യാത്രയ്ക്ക് വേണ്ടി സംഭവങ്ങൾ ചെയ്യണം. എന്തിനാ? ബാറ്ററി എടുക്കാം. ബാറ്ററി വേണ്ടി എടുത്താൽ കേട്ടോ. അത് ബെക്കി കൊള്ളുകൂടാ? വെക്കാം. ആണോ? സെബിനെ, നിനക്ക് ഞങ്ങളുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? ട്രാവലർ. കാരണം നിനക്ക് ഏറ്റവും ഇഷ്ടം അതാ? ഇനിയിപ്പം നിനക്ക് ഇഷ്ടം പോലെ ഓടിക്കാനുള്ള അവസരമുണ്ട്. സെബിനും ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. വിസയുടെ കുറച്ച് പരിപാടികളുള്ളത്, അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് വരും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടികൾ. ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ലൈസൻസ് ഇല്ലാത്ത കാരണം കിട്ടൂല. അല്ല, ഞാൻ എങ്ങനെയെങ്കിലും എടുത്താലേ. ഫൈനലി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ നമ്മുടെ സഫാരിയുടെ ഓയിലും അതുപോലെ ബുഷും സംഭവങ്ങളൊക്കെ മാറ്റി. ഇനിയിപ്പോൾ ഓയിലും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. 6000-5000 ഒക്കെ കൊടുക്കണം. ആണോ? കുഴപ്പമില്ലല്ലോ. എന്നാലും ഓയിൽ ലെവൽ കുറവൊന്നുമില്ലല്ലോ ജെയിംസ് ചേട്ടാ. ഗൈസ് നോക്കൂ, എന്തായാലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം നോക്കണം കേട്ടോ. ഇനി നാളെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് പോകുന്നതിന് അനുബന്ധമായിട്ടുള്ള രീതിയിൽ വണ്ടി ഒന്ന് സെറ്റപ്പ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തൊക്കെ എടുക്കണം. ബുഷൊക്കെ മാറിപ്പോൾ ഓടിക്കാൻ സെറ്റപ്പ് ഉണ്ടെന്നാണ് ജെയിംസ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. കേട്ടോ കണ്ണൂർ തന്നെ സാധനം കിട്ടിയത് ഭാഗ്യം. സാധനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ചെലവ് 20,000 അല്ലേ. ഗൈസ് നോക്കൂ, ഓരോന്നായിട്ട് നോക്കുവാണ്. എൻ്റെ ഇനി ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകും കേട്ടോ. ഏതാണല്ലോ ഇവനെ? ഗൈസ് നോക്കൂ, ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഇന്ത്യക്ക് പോവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് കാണാണ്ടോ വിമാനം പോകുന്നൊക്കെ. ഇവിടുന്നല്ലേ? ഇവിടുന്ന് കേട്ടോ കറക്റ്റ് കറങ്ങല്ലേ അല്ലേ. പോട്ടെ ജെയിംസ് ചേട്ടാ, ഞങ്ങള് കാണാം കേട്ടോ. പോവാം. ഞങ്ങള് വീട്ടിലെത്തി. ഞങ്ങളുടെ കേക്ക് എന്തില്ല ഇവനെ? ആരോടും അല്ലേ. ഗൈസ് നോക്കും, ഫൈനലി ഞങ്ങൾ നേരെ കയറാൻ വേണ്ടി പോട്ടോ. ഫൈനലി ഞങ്ങൾ ഇറങ്ങി. മമ്മി ഇറങ്ങി വന്നു. മമ്മി പുതിയ ചുരിദാറൊക്കെ കിട്ടോ. അയ്യോ,
മൈക്കിളിന് ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുവാണ്. അപ്പന് മുണ്ട് പോലുമില്ല. അപ്പം മുണ്ടൊന്നുമില്ല അവിടെ ഇരിക്കുക കേട്ടോ. ഗൈസ് നോക്കൂ, മൈക്കിൾ കുട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. മൈക്കിൾ കുട്ടി, മൈക്കിൾ കുട്ടി, മൈക്കിള് അമ്പോ, ഇത് മൈക്കിള് ഇത് ചാടി ഇറങ്ങി വന്നു. അമ്പോ ഇത് ഇപ്പുറത്തെ കയ്യിലാടാ. അടി ഇപ്പുറത്തെ കയ്യിലാണ്. അടി ഇവിടെയാണോ മൈക്കിള്? പപ്പ ഇവിടെ ഇപ്പഴേ കൈ കൊട്ടി തുടങ്ങി. ഗൈസ് നോക്കൂ, മൈക്കിളിന്റെ ഇന്നത്തെ 1.5 വയസ്സായിട്ടോ. മൈക്കിളെ അതിലും വലിയ കുസ്തിയാ. മൈക്കിള് മറ്റേ പഴയ സേട്ടുമാരെ പോലെയുള്ള ഡ്രസ്സൊക്കെ ആട്ടോ ഇട്ടാക്കണേ. അല്ലേ കൊടുക്കടാ, പാകത്തിന് കൊടുക്കടാ. എവിടെ വെച്ചാ മുറിക്കാം, അവിടെ വെച്ച് മുറിക്കാം. ഗൈസ് നോക്കൂ, വാടാ മൈക്കിളെ വാടാ. മൈക്കിളിന് ഇതിലേക്ക് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞെക്കരുത്, അപ്പന് പണി കിട്ടും. ഗൈസ് നോക്കൂ, കഴിഞ്ഞ ദിവസം മൈക്കിളിന് മേടിച്ചു കൊടുത്താണ്. അപ്പാപ്പ ഇത് അപ്പാപ്പൻ പോന്നു. ഗുസ്തിയാണല്ലോ. ഗൈസ് നോക്കൂ, മൈക്കിളുടെ കീറുന്ന ഗുസ്തിയാണ്. അതേ സമയത്ത് തന്നെ റാംബോ അവൾ കിടന്നു അതിന്റെ അപ്പുറം. ഓ കൊള്ളാലോ, മുറിക്കാട്ടല്ലോ ഇവനെ. ഇത് നിനക്കാ. എന്നാ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇല്ല, അവനത് പറിച്ചെടുക്കും അമ്മ. അമ്പോ ആണോ? ആ സന്തോഷം കേട്ടോ മൈക്കിളിന്. അമ്പോ മുറിക്കുന്നു. വാ കമാൻ, വാടാ മൈക്കിളെ, നമുക്ക് മുറിക്കാം. റാംബോ വരുന്നോ? റാംബോ അതറിയില്ല. ഇവന്റെ നാക്ക് പണയം വെച്ചേക്കുവാടി. ഇവന് നാക്കില്ല, ഇവൻ മിണ്ടൂല. ഇവൻ മിണ്ടത്തില്ല കേട്ടോ. ഗൈസ് നോക്ക്, ലൈറ്റ് എല്ലാം കീച്ചിട്ട് ഓരോന്നായിട്ട്. ബാപ്പാ ഇവനിന്ന് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് മേടിച്ചാക്കുന്ന. അടിപൊളിയാന്നൊക്കെ പറയുന്നത്. മൈക്കിളെ വാടാ മുറിക്കണം. അതാ ആളെത്തി. റാംബോ വാടാ, കേക്ക് മുറിക്കണം. ഗൈസ് നോക്കൂ, ഞങ്ങളെല്ലാം കൂടെ. പേര് വേണ്ട, മൈക്കിളിന് അറിയാലോ എല്ലാവർക്കും. എന്തിനാ? വാ എന്റെ പൊന്നെ റാംബോ. അമ്പോ മൈക്കിളെ മുറിയടാ. വാടാ എല്ലാരും വാടാ. എടാ വാരല്ലേ. അടിപൊളി. അമ്മ ചിരിക്കുന്നുണ്ട്, നോക്കി നമ്മൾ ചിരിക്കുക. ഗൈസ് നോക്കൂ, മൈക്കിൾ എടുക്ക. അമ്പേ എടുത്തു, അവൻ എടുക്കട്ടെ. അവൻ എടുക്കട്ടെ. അമ്പോ മൈക്കിൾ കലക്കി. അതേ മുറിക്കുന്നു. അവൻ മുറിക്കട്ടെ അവരാമേ. നോക്കൂ, അവൻ തന്നെ മുറിച്ച് അവൻ തന്നെ കഴിച്ചു കേട്ടോ. സന്തോഷായോ? മൈക്കിൾ മുറിക്കട്ടെ. ബേബി അവൻ തന്നെ അവൻ തന്നെ കഴിക്കും കേട്ടോ. അവൻ തന്നെ കുത്തുന്നു. അതെ, അടിപൊളി. ആക്ക് സംഭവം പരിപാടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ സന്തോഷം നോക്കിയേ. ഇനി റാംബോയ്ക്ക് കൊടുക്കണല്ലോ ഇവനെ. സെക്കൻഡ് റാംബോയ്ക്ക്. ചോക്ലേറ്റ് ഇല്ലാത്ത കൊടുക്കണല്ലോ ഇവനെ. റാംബോയ്ക്ക് കൊടുക്കണല്ലോ ഇവനെ. സന്തോഷമായി. റാംബോയ്ക്ക് സന്തോഷം കേട്ടോ. ഇനി പീസ് മുറിച്ചാ ഞങ്ങൾക്ക് എല്ലാവർക്കും. മൈക്കിൾ ഇതൊരു ഇതാക്കി എടുത്തേക്കു കേട്ടോ. അമ്പോ മൈക്കിൾ ഇഷ്ടപ്പെട്ടോ? എന്നാ മൈക്കിൾ കഴിച്ചോ? ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുറിക്കും മമ്മി. ഞങ്ങൾക്കിതാ, പുരുഷന്മാർക്കിതാ. എന്നാണ് സെവിനെ നിനക്കെന്നാ. മൈക്കിള് ചെറിയ എടുത്തു നോക്കിയോടാ. ആ ചെറിയ എടുത്തു പോപ്പേ. നമ്മളൊക്കെ പണ്ട് കേക്ക് മേടിക്കാൻ ചെറിക്ക് വേണ്ടി അടി. താങ്ക് യു. ഇനി പടപട മുറിച്ചു. പപ്പയ്ക്ക് ഷുഗറാണ്.
പപ്പയ്ക്കല്ല മമ്മിക്കല്ലേ. മമ്മി ഏതാ തരുന്നു അമ്മയ്ക്ക് ആർക്കാ സംഭവം കിട്ടലും കേട്ടോ കൈസ് കിട്ടലും കേൾക്കാം കഴിക്കട്ടോ കേട്ടോ ക്രീമാപ്പം അതെന്താ ഗൈസ് ഞാനൊരു പീസ് കഴിക്കട്ടെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല കിട്ടലും കേൾക്കാം കേട്ടോ ഗൈസ് നോക്കൂ മൈക്കിൾ സ്വന്തം കേക്ക് മുറിക്കാം കേട്ടോ നോക്കിയേ അടിപൊളി അവനാ കേക്ക് ഏകദേശം ഇഞ്ച പൂക്കലാക്കി കേട്ടോ തുള്ളു നോക്കി കിടന്നിട്ട് അതെ പറഞ്ഞാല് അവൻ ആ കേക്ക് എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ അവന് പറ്റുന്ന രീതിയിൽ അവൻ കാണിക്കും സംഭവം അടിപൊളി കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോ രവി മൈക്കിൾ മൊത്തം തിന്നെടുത്തു മൈക്കിൾ നോക്കി ഓരോ പരിപാടി നോക്കിയേ ഏറ്റവും സർക്കസ് കാണിക്കുന്ന ഇവനാട്ടോ അവൻ തോണ്ടുന്നു അവന് കൊടുക്കണ്ട അവൻ എടുത്തോളും കണ്ടോ അവൻ മുറിക്കുന്നു അവൻ തന്നെ എടുക്കുന്നു വെരി ഗുഡ് മധുരദോശ ആൾക്ക് സന്തോഷമായിട്ട് അപ്പൊ വളരെ വളരെ സന്തോഷം ചിരി നോക്കിയേ ആ ഊരി ചിരി അതിന്റെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പൊ കഴിച്ച് നോക്കൂ ഫൈനലി ഞങ്ങൾ കേക്ക് മുറിച്ചു ഇനിയിപ്പം നമ്മൾ യാത്ര പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട് കേട്ടോ പാപ്പന് കൊടുക്കടാ ഇടോ നോട്ടം നോക്കിയേ അവൻ തന്നെ അത്ര വീഴും കേട്ടോ അപ്പാപ്പന് കൊടുക്കടാ ചക്രവർത്തിയാണ് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് നാളെ നമ്മള് റാംബോനൊക്കെ ബോർഡിങ്ങിലാക്കി യാത്രയ്ക്കുള്ള സംഭവമൊക്കെ പാക്ക് ചെയ്ത് ടൈമില്ല നമുക്ക് റാമോനെ കൊണ്ട് കൊടുക്കണം ബീഗുവിനെ കൊണ്ട് കൊടുക്കണം അതായത് അവരുടെ റൂമിൽ അവർക്ക് ഭക്ഷണം എല്ലാ സാധനം കൊടുക്കൂന്നാ പറഞ്ഞ എല്ലാ സംഭവം കൊടുക്കുന്ന പറഞ്ഞ ഗൈസ് നോക്കൂ അപ്പൊ നാളെ പാക്കിങ് പരിപാടിയൊക്കെയാണ് നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഗൈസ് നോക്കൂ നാളെ ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും ഗുഡ് ബൈ അതാണ്